ഇന്തിഫാദ എന്ന് പറയുന്ന വാക്ക് അത് നമ്മളിപ്പോ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു കലോത്സവത്തിൽ അതൊരു പേരായിട്ട് വന്നപ്പോഴാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ആദ്യം കണ്ട് അതെന്താണ് അതിനിവിടെ കാര്യം, ഈ പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന രീതിയിൽ ഇവിടെ ഇന്തിഫാദ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകത എന്താണ് എന്നുള്ളൊരു ചോദ്യം ആദ്യം ഞാൻ അന്വേഷിച്ചു തുടങ്ങിയത് പൗരത്വ ഭേദഗതി ബില്ലിന്റെ പ്രക്ഷോഭം ഇവിടെ നടക്കുന്ന സമയത്ത് അതില് അതിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ആ പ്രക്ഷോഭത്തിന്റെ അതിന്റെ അമരക്കാരെന്ന രീതിയിൽ ഇവിടെ പേരെടുത്ത ചില പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവർ ഉയർത്തിവിട്ട ഒരു മുദ്രാവാക്യം അവരുടെ ജയ് വിളികളിൽ അത് മുഴങ്ങിക്കെട്ടിരുന്നു. അവർ പറഞ്ഞിരുന്നത് നീൽ സലാം അസ്സലാം ഇന്തിഫാദ ഇൻകുലാബ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം നമ്മളെല്ലാവരും കേട്ടു കാണും. അവർ കൂട്ടം കൂടി നിന്നിട്ട് ആളുകളെയൊക്കെ കൂട്ടം ചേർത്തുകൊണ്ട് അവര് വിളിച്ചു പറയുന്നു, അതിനോടൊപ്പം കൂടി നിൽക്കുന്ന ആളുകൾ അത് ഏറ്റു പറയുന്നു. അപ്പൊ അവിടെ ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ പ്രക്ഷോഭം നടക്കുന്ന സമയത്തും നമ്മൾ കേട്ടത് ഈ പറയുന്ന ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ചോദിക്കണമായിരുന്നു എന്താണ് ഇന്തിഫാദയ്ക്ക് ഇവിടെ കാര്യം. അന്ന് അതാരും അത് അങ്ങനെ ചോദിക്കുന്നത് കേട്ടില്ല. അതേപോലെ പല കാര്യങ്ങളും മതത്തിൻ്റെതായിട്ടുള്ള ചില വാക്കുകളും അന്ന് അവിടെ നമ്മൾ പറയുന്നത് കേട്ടു. അപ്പൊ രണ്ടു കാര്യമാണ് ഇവിടെ ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഒന്ന്, ഇന്തിഫാദ എന്ന് പറയുന്ന വാക്ക് അതൊരു അറബി വാക്കാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അത് ഇസ്ലാമുമായിട്ട് കണക്ട് ചെയ്ത എന്തൊരു സാധനമാണെന്നുള്ള രീതിയിലാണ് ആളുകൾ മനസ്സിലാക്കുന്നതെങ്കിലും സത്യത്തിൽ ഇന്തിഫാദയുടെ യഥാർത്ഥത്തിലുള്ള തുടക്കം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്നല്ല. അത് കണ്ടുപിടിച്ചതോ അതല്ലെങ്കിൽ ഏറ്റവും ആദ്യം ആ വാക്ക് ഉപയോഗിച്ചത് തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയുന്നതാണ് ശരി. അത് തുടക്കം വെച്ചത് 1952 ഇറാഖിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇറാഖിൽ നടന്ന ഒരു പ്രക്ഷോഭം, അവിടുത്തെ സാമൂഹികമായിട്ടുള്ള ചില വിഷയങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ അവിടെ ഒരു റിവോൾട്ട് അവർ നടന്നപ്പോ അതിന് അവർ ഉപയോഗിച്ച വാക്ക് ഇന്തിഫാദ എന്ന വാക്കായിരുന്നു. അപ്പോ അന്ന് അത് അവിടെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അവരുടെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചേർത്ത് അവർ ഇതൊക്കെ ചെയ്ത് അങ്ങനെ അവസാനം ഇറാഖിൽ എന്താ സംഭവിച്ചത്? ഇറാഖിൽ നിന്നും ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു കൂട്ടം ആശയത്തെയും ആളുകളെയും അപ്പാടെ തുടച്ചു നീക്കുന്നതിലേക്ക് അത് അവിടെ വഴിവെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ തുടക്കം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. തുടങ്ങി വെച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് ഉപയോഗിച്ചത് ഇന്ന് പക്ഷെ ഇസ്ലാമിന്റെ ആളുകളാണ് കൂടുതൽ ഉപയോഗിച്ചു വരുന്നത് എന്നും കാണുമ്പോൾ പിന്നീട് ഇതിന്റെ ഒരു രണ്ടാം ഘട്ടമായിട്ട് നമ്മൾ എടുത്തു പറയുന്നത് നമ്മളുടെ പാലസ്തീനിലെ വിഷയം വന്നപ്പോ അവരാണ് രണ്ടാമത് ഇത് എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ തുടക്കത്തിലുള്ള അർത്ഥമല്ല പിന്നെ ഉള്ളത്. അപ്പൊ ഇതിനെ കുടഞ്ഞു കളയുക അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നൊക്കെ അർത്ഥത്തിലൊക്കെ അത് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ ശരിയാണ്. പക്ഷെ ഇന്ന് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് വെറും ഒരു നിഷ്കളങ്കമായ ഒരു മാറ്റമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉപയോഗപ്പെടുത്തലോ അല്ല. അവിടെയാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ സമയത്ത് ഇത് എന്തുകൊണ്ട് വിളിച്ചു എന്നുള്ളതിന്റെ ആ രണ്ടാമത്തെ വശത്തേക്ക് വരുന്നത്. അതൊരു ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ ഇന്തിഫാദ എന്ന് പറയുന്ന സംഗതി അത് ഗ്ലോബലൈസ് ചെയ്യണം, ഗ്ലോബലൈസ് ദ ഇന്തിഫാദ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ തന്നെ പറയാറ്. അതിലെന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഈ ഒന്നാം ഇന്തിഫാദയില് ഈ കല്ലെറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇന്തിഫാദയായിരുന്നു. അത് അവരുടെ റെസിസ്റ്റൻസിന്റെ ഒരു ചിത്രമായിട്ട് തന്നെ നമ്മൾ പറയാറുണ്ട്. പലസ്തീനിയൻ ജനതയുടെ അവരാ മുന്നിലേക്ക് വരുന്ന ടാങ്കിന്റെ മുന്നിൽ കല്ലും ഓങ്ങി നിൽക്കുന്ന ആ ചിത്രമൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് രണ്ടാം ഇന്തിഫാദയിലേക്ക് വരുമ്പോൾ അത് സൂയിസൈഡ് ബോംബിംഗ് ആയിട്ട് മാറുന്നു. ആളുകളെ കൂട്ടത്തോടെ കൊല്ലുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അത് കൃത്യമായ വയലൻസിലേക്ക് വരുന്നത് 1987 ഹമാസ് അവരുടെ ചാർട്ടറിൽ അവർ എഴുതി പിടിപ്പിച്ചു. ഇനി നമ്മൾ ഈ ഒരു വിമോചനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന്റെ മുഖ്യമായ രീതി എന്ന് പറയുന്നത് അത് ജിഹാദാണ്. ആ ജിഹാദ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്തിഫാദയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു വെക്കുകയും അതിന്റെ കൃത്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് അത് വയലൻസ് ആണ് എന്നും പറഞ്ഞു വെക്കുകയും ആ വയലൻസിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ജൂതരെ, അവിടെയുള്ള ഇസ്രായേലിലുള്ള ജൂതരെ മാത്രമല്ല, ലോകത്ത് എവിടെയൊക്കെ ഈ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടോ, എവിടെയെല്ലാം ഇതുപോലെ ഒപ്രസ് ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ അവരെല്ലാവരെയും ജൂതരായിട്ട് കാണണം. ഈ ഇസ്രായേലികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ ശത്രുക്കളായിട്ട് കാണണം എന്നൊരു നിലപാട് പറഞ്ഞു വെക്കുകയും അത് ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത് അതിന്ന് നമ്മൾ കണ്ടത് എപ്പോഴാണ്? ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഹമാസ് ഇസ്രായേൽ വിഷയം വന്നപ്പോ അവിടെ US-ലടക്കം ഈ ഗ്ലോബലൈസ് ദ ഇന്തിഫാദ എന്ന് പറഞ്ഞുകൊണ്ട് US-ലൊക്കെ ഉള്ള
ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നോളജി കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ്സസ് അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് ജൂതന്മാരുടെ എന്ന് കണ്ടെത്തി അത് മാപ്പിൽ കൊടുത്തുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ പോയി അതിന്റെയൊക്കെ മുന്നിൽ പോയി പ്രക്ഷോഭം നയിക്കണം എന്ന് പറയുന്നത് മുതൽ ജൂതൻ എവിടെ വഴിയിൽ വെച്ച് കണ്ടാലും അവനെ നിങ്ങൾ കയ്യേറ്റം ചെയ്യണം എന്നുള്ള ഒരു ഓപ്പൺ വയലൻസിന് ഒരു ജനോസൈഡ് കോൾ പോലെ തന്നെ അത് മാറിയിരിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോ ഇന്തിഫാദ എന്ന് പറയുന്ന സാധനം അത് നിഷ്കളങ്കമല്ല. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വയലൻസ് ആണ്. ഇന്ന് അതിന്റെ അർത്ഥമായിട്ട് നിൽക്കുന്നത്, അതിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ആന്റി സെമിറ്റിസം എന്ന് പറയുന്നത് ജൂത വിരുദ്ധത എന്ന് പറയുന്ന സംഗതിയാണ്. ഇതൊന്നും അറിയാതെ ഈ തരം വിഷയങ്ങളിലേക്ക് ഇത്തരം ലോകം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗൗരവമുള്ള ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾ കൈക്കൊള്ളുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്റ്റേറ്റ് പോളിസീസ് പോലും മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇമിഗ്രേഷൻ ലോ പോലും പുതുക്കുന്ന അവസ്ഥയിൽ അങ്ങനെ രാജ്യങ്ങൾ പോലും അവരുടെ നിയമം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ വിഷയത്തിന്റെ മേലിൽ ഇന്തിഫാദയിൽ തുടങ്ങിയ ഈ ജൂത വിരുദ്ധതയിൽ എത്തി നിൽക്കുന്ന ഈ വിഷയം ഇന്നൊരു കാരണമാകുമ്പോഴാണ് ഇന്ന് നമ്മുടെ നാട്ടില് ഇത് ഒരു കലോത്സവത്തിനൊക്കെ പേരിട്ടുകൊണ്ട് ഓമനപ്പേരാക്കി മാറ്റിക്കൊണ്ട് ഇത് വളരെയധികം നോർമലൈസ് ചെയ്യുന്നു പറയുന്നത്. ഇതിൽ പല അസംബന്ധം എന്ത് എന്ന് ചോദിക്കാനുള്ളൂ എനിക്ക്. ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. എന്തായാലും അത് അങ്ങനെ പാടില്ല, അത് തിരുത്തണം എന്ന് പറഞ്ഞ VC-ക്ക് വലിയൊരു അഭിനന്ദനം കൊടുക്കുകയാണ്. ഇങ്ങനെയെങ്കിലും പ്രതികരിക്കാൻ അവർക്ക് സാധിച്ചല്ലോ എന്നുള്ളത്. പക്ഷെ ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം ഇവിടെ കയ്യാങ്കളി അത് തന്നെയാണ് ഇവരുടെ മാർഗം എന്ന് പറയുന്നത്. ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ കൊടിയിൽ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് അവർ പറയുന്നത് പോലും. അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ രീതിയിലൊന്നും ഏതായാലത്ത് വരാത്ത സംഗതിയാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും എന്നൊക്കെ പറയുന്ന സംഗതി. അതുകൊണ്ട് VC-യുടെ ജീവന് ചിലപ്പോൾ അപകടത്തിൽ തന്നെയായിരിക്കും. നമ്മൾ കണ്ടതാണ് ഇവിടെ നമ്മളുടെ ഗവർണർക്കെതിരെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇത് നിഷ്കളങ്കമല്ല. ഇത് ചർച്ചയാക്കിയതിന് വളരെ നന്ദി. ഇതുപോലെ ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ തലത്തിലുള്ള ചർച്ചയിലേക്കും വിഷയങ്ങളിലേക്കും ഇത് വെളിച്ചം വീശുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിയതിന് വലിയ നന്ദി ഈ കലോത്സവത്തിന്റെ വക്താക്കൾക്ക് കൊണ്ടുവന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് ഇത് അറിയാനും മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പൊ എനിക്കിത് ഇവിടെ നിന്ന് പറയാൻ പോലും കഴിയില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇത് മാധ്യമങ്ങളിലൂടെ ആയാലും ജനപ്രതിനിധികളിലൂടെ ആയാലും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിനെ ആ നിഷ്കളങ്കതയിൽ നമ്മൾ കണ്ണ് മഞ്ഞളിച്ച് അതിലിങ്ങനെ നിന്ന് പോകരുത്. ഇതിനെ യാഥാർത്ഥ്യം കണ്ടെത്തി ഇതിന് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ആളുകളായിട്ടും കൂടി നമുക്ക് മാറാൻ കഴിയണം എന്ന് തന്നെയാണ് എനിക്ക് അവിടെ പറയാനുള്ളത്.